നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഷിരൂരിൽ അർജുന്റെ ലോറി കരയിലെത്തിച്ചു. 2 മൊബൈൽ ഫോണുകളും മകനുള്ള കളിപ്പാട്ടവും കണ്ടെത്തി. മൃതദേഹം നാളെ ബന്ധുക്കൾക്ക് കൈമാറിയേക്കും. എല്ലാവർക്കും നന്ദി പറഞ്ഞ് അർജുന്റെ കുടുംബം. ഗംഗാവലിയിൽ കാണാതായ മറ്റ് 2 പേർക്കായി തെരച്ചിൽ തുടരുന്നു. കൊച്ചിയിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. ഫോർട്ട് കൊച്ചി സ്വദേശിനിക്ക് നഷ്ടമായത് 7 ലക്ഷം രൂപ. തട്ടിപ്പ് സമൂഹ മാധ്യമത്തിലൂടെ. ആദം ജോ ആന്റണിയുടെ തിരോധാനം പ്രത്യേക സംഘം അന്വേഷിക്കും. അന്വേഷണത്തിന് 5 അംഗ സംഘത്തിന് ചുമതല. 20-കാരനെ കാണാതായിട്ട് 2 മാസം. വാർത്തകളിലേക്ക് വിശദമായി. ഷിരൂരിൽ ലഭിച്ച മൃതദേഹം അർജുന്റേതെന്ന് ഉറപ്പിക്കാൻ DNA പരിശോധന ഇന്ന്. DNA സാമ്പിൾ ശേഖരിച്ചു. മൃതദേഹം നാളെ ബന്ധുക്കൾക്ക് കൈമാറിയേക്കും. അർജുന്റെ മൊബൈൽ ഫോൺ ലഭിച്ചു. അർജുന്റെ ലോറി കരയിലെത്തിച്ചു. ഗംഗാവലിയിൽ കാണാതായ മറ്റ് 2 പേർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരുകയാണ്. അർജുനെ കണ്ടെത്തുന്നതുവരെ നിരന്തരം പരിശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞ് അർജുന്റെ കുടുംബം. പലതരം വ്യാജ വാർത്തകളിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഒപ്പം നിന്നവരെ മറക്കില്ലെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു. നമ്മളെ കൂടെ അന്ന് മുതൽ ഇതുവരെ നിന്ന എല്ലാ ആളുകൾക്കും നമ്മൾ ഓർക്കുന്നുണ്ട്. ഇന്നലെ നമുക്ക് പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥയിൽ നിങ്ങളെല്ലാവരും നമ്മളെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും പറയാൻ പറ്റിയൊരവസ്ഥയല്ല. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, 1ാം ഘട്ട തെരച്ചിലാണെങ്കിൽ അത് അവസാനിക്കുമ്പം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിയിട്ടാണ് പോയത്. അതിൻ്റെ ഇടയിൽ കുടുംബം നേരിട്ട ഈ വ്യാജ വാർത്തകൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് പേര് കൂടെ നിൽക്കുന്ന സമയത്താണെങ്കിലും വ്യാജ വാർത്തകളായിട്ട് നമ്മുടെ ഒരുപാട് പേര് വിഷമിപ്പിച്ചിട്ടുണ്ട്. യൂട്യൂബ് ചാനലുകൾ പലരും വലിയ രീതിയിൽ മൈലേജ് എടുത്തിട്ടുണ്ട്. നമ്മളെ അനിയന്റെ പേരിലുള്ള യൂട്യൂബ് ചാനൽ കുടുംബത്തിന് ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല തരത്തിലുള്ള വ്യാജ വാർത്തകളും അതിലൂടെയൊക്കെ നമ്മൾ കടന്നു വന്ന് അർജുൻ ഞങ്ങൾക്കൊരൊറ്റ ഉത്തരം അറിയേണ്ടേ നമ്മൾ അതായത് ഒരു സാധാരണ ആളുകൾ ഇത്രയും ആളുകളെ ഇടയിൽ കൂടെ ഇറങ്ങി നടക്കണം, എന്നിട്ട് നമ്മൾ മീഡിയന്റെ മുന്നിൽ പോയതും വീണ്ടും വീണ്ടും ഇതൊക്കെ ആവശ്യപ്പെട്ട ഞങ്ങൾക്ക് അർജുൻ എന്താ സംഭവിച്ചതെന്നുള്ളൊരൊറ്റ ഉത്തരം കിട്ടാനാണ്. ആ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കുറച്ച് വൈകിപ്പോയി. എന്നാലും നമുക്ക് എല്ലാവർക്കും അത്രയും പ്രതിസന്ധി നിറഞ്ഞൊരു സമയമായിരുന്നു. കാലാവസ്ഥയാണെങ്കിലും എല്ലാ രീതിയിലും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ 2ാം ഘട്ട തെരച്ചിൽ നിർത്തിവെച്ചപ്പോൾ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ പല ആളുകളെയും കുടുംബം ഒറ്റക്കെട്ടായിട്ട് ഒറ്റ തീരുമാനം എടുത്തിട്ടാണ് നമ്മൾ പല ആളുകളെയും പോയി കണ്ടു. എല്ലാവരും നമുക്ക് നല്ല രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ഒരു സംഭവം നടന്നപ്പം കർണാടകത്താണ്. അവിടുത്തെ സർക്കാരിന്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്തിക്കാൻ നമ്മൾ ആദ്യം പോയ ആള് രാഘവേട്ടനാണ്. രാഘവേട്ട അത് വേണ്ട രീതിയിൽ തന്നെ അന്ന് മുതൽ നമ്മുടെ കൂടെ നിന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സർക്കാരാണെങ്കിലും സർക്കാരിന്റെ ഓരോ പ്രതിനിധികളും ദിവസവും നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മുടെ കുടുംബത്തിനൊപ്പം ചേർന്ന് നിന്നുണ്ട്. കൃഷ്ണപ്രിയ അവൾക്ക് നമ്മൾ എന്ത് കൊടുത്താലും മതിയാവില്ല. പക്ഷെ അർജുൻ എന്ന് പറഞ്ഞൊരു നഷ്ടം അവൾക്ക് തീരാ നഷ്ടമാണ്. അവൾക്കൊരു ജോലി കൊടുത്ത് നമ്മുടെ സർക്കാർ അതും ചെയ്ത് അങ്ങനെ ഓരോ എല്ലാവരും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ആളുകളും നമ്മുടെ കുടുംബത്തിന്റെ കൂടെ നിന്നുണ്ട്. അതേപോലെ നിങ്ങൾ മീഡിയ ഷിരൂരെത്തിയാലും നമുക്ക് മീഡിയ കഷ്ടപ്പെട്ട ഒരു കാര്യം അറിയുള്ളൂ. നിങ്ങൾ ആ വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഒക്കെ അത്രയും ഈ ഒരു ദൗത്യം ഇത്ര വിജയകരമാക്കാൻ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. അവിടുത്തെ ജില്ലാ ഭരണകൂടാണെങ്കിലും നമുക്ക് ആദ്യ സമയങ്ങളിലൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിവരങ്ങളുമായി KV ബൈജു ഷിരൂരിൽ നിന്ന് തുടരുകയാണ്. ബൈജു, അർജുന്റെ മൃതദേഹം കണ്ടെടുത്തിട്ട് 1 ദിവസം പിന്നിടുകയാണ്. ഏതായാലും ലോറിയിൽ നിന്നുള്ള ബാക്കി വസ്തുക്കൾ പരിശോധന തുടരുമ്പോൾ ബാക്കി വസ്തുക്കളെല്ലാം കണ്ടെടുക്കുകയാണ്. ഏറ്റവും വേദനാജനകം എന്ന് പറയാവുന്ന കാഴ്ചകളാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. മകനായി വാങ്ങിയ കളിപ്പാട്ടങ്ങൾ ഉൾപ്പെടെ കണ്ടെടുക്കുന്ന ദൃശ്യങ്ങൾ അത്യന്തം ഹൃദയഭേദകമായ കാഴ്ചകളാണ് ഷിരൂരിൽ നിന്ന് വരുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഷിരൂരിൽ കാണാതായ അർജുന്റെ മൃതദേഹം ഇന്നലെ വൈകിട്ടാണ് കരക്കെത്തിച്ചത്. ഇന്ന് ലോറിയും കരക്കെത്തിച്ചു. ലോറിയിൽ നിന്ന് കാണാതായ ലോറി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുന്റെ മറ്റു വസ്തുക്കൾ, മകനു വേണ്ടി കരുതിയ കളിപ്പാട്ടം ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ് ഇപ്പോൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. KV ബൈജു ചേരുകയാണ്. ബൈജു, അത്യന്തം ഹൃദയഭേദകമായ കാഴ്ചകളാണ്
വരുന്നത്. കണ്ണീർ കാഴ്ചയാണ് ഷിരൂരിൽ നിന്ന് വരുന്നത്. മകന് വേണ്ടി കരുതിയ കളിപ്പാട്ടം അത് ഒരു ലോറി തന്നെയായിരുന്നു. അതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ വലിയ തോതിലുള്ള വേദനയാണ് വരുന്നത്. ഏതായാലും എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സുബി, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ് ഈ കളിപ്പാട്ടം. തന്റെ 2.5 വയസ്സുള്ള മകന് വേണ്ടി അർജുൻ ആ ലോറിക്ക് മുൻപിൽ ആ കളിപ്പാട്ടം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പുറകിൽ വന്ന ഒരു ഇവരുടെ തന്നെ ലോറി ഡ്രൈവറാണ് ഇത്തരത്തിൽ അർജുനെ വാതിൽ മുട്ടി വിളിക്കുകയും അർജുനോട് പോരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ താൻ അല്പം വിശ്രമിച്ചിട്ട് മടങ്ങും എന്ന് പറഞ്ഞത്. ആ സമയത്താണ് അദ്ദേഹം ആ കളിപ്പാട്ടം ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മളത് മാസങ്ങൾക്ക് മുമ്പ് തുടക്കത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. ആ കളിപ്പാട്ടം ഉൾപ്പെടെ ഇപ്പോൾ അർജുന്റെ സ്വന്തം 2.5 വയസ്സുള്ള മകന് വേണ്ടി കരുതിയ ആ കളിപ്പാട്ടം ഉൾപ്പെടെ ഇപ്പോൾ ആ ലോറി തിരികെ നൽകിയിരിക്കുന്നു. അത് മാത്രമല്ല 2 മൊബൈൽ ഫോൺ ഏറ്റവും അവസാനമായി ആ രാവിലെ 3:30 ജൂലൈ 16 3:30 രാവിലെ പുലർച്ചയ്ക്ക് തന്റെ വീട്ടിലേക്ക് വിളിച്ച് താൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞ ആ മൊബൈൽ ഫോൺ, പിന്നീട് മറ്റൊരു മൊബൈൽ ഫോണും ഒപ്പം അർജുൻ നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു കാര്യമാണ്, ഈ ഭക്ഷണമൊക്കെ പാചകം ചെയ്യാൻ വലിയ ഇഷ്ടമുള്ള ആളാണ്. സഹപ്രവർത്തകർക്ക്, അതായത് മറ്റൊരു ലോറി സഹപ്രവർത്തകർക്കൊക്കെ വലിയ തോതിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു അർജുൻ. ആ അർജുന്റെ ഒരുപാട് പാത്രങ്ങൾ, അത് അർജുൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ആ പാത്രങ്ങളൊക്കെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. അത് ലോറി തിരികെ നൽകിയിരിക്കുന്നു. പിന്നീട് ഈ വാഹനത്തിന്റെ RC ബുക്ക് അതും തിരിച്ചു കിട്ടിയിരിക്കുന്നു. 2 മൊബൈൽ ഫോണും ഇത്തരത്തിൽ തന്റെ കുഞ്ഞുമോന് 2.5 വയസ്സുള്ള കുഞ്ഞുമോന് വേണ്ടി വാങ്ങി. ആ ഗ്ലാസിന് മുൻപിൽ വെച്ചിരുന്ന ആ കളിപ്പാട്ടം, ആ ഡ്രൈവർ അന്ന് പറഞ്ഞിരുന്നത് ആ കളിപ്പാട്ടം ഗ്ലാസിന് മുന്നിൽ തൊട്ട് മുന്നിലായി ഉണ്ടെന്നാണ്. അതുപോലും പുറത്തേക്ക് പോയിട്ടില്ല എന്നാണ് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആ കളിപ്പാട്ടം ഉൾപ്പെടെ ദൃശ്യങ്ങളിൽ കാണാം. ഒരു ലോറി തന്നെയായിരുന്നു അത്, ചെറിയ വെള്ള കളറുള്ള ആ ലോറി. തന്റെ മകന് വേണ്ടി വാങ്ങിയ കളിപ്പാട്ടം ഉൾപ്പെടെ ആ ലോറി, അർജുന്റെ പ്രിയപ്പെട്ട ലോറി തിരിച്ചു കൊടുത്തു എന്നാണ് ഇതിൽ ഏറ്റവും വൈകാരികമായ രംഗം. ഇതിനുൾപ്പെടെയുള്ളവർ ഇതിൽ ഓരോ വസ്തുക്കളും ശേഖരിക്കുന്നുണ്ട്. അവസാനത്തെ ഓർമ്മകളാണത്. അർജുന്റെ അവസാനത്തെ എല്ലാ ഓർമ്മകളും കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. അതൊക്കെ ശേഖരിക്കുകയാണ് ഇപ്പോൾ. അതെല്ലാം ഈ സംഘം, ഇവിടെ നിന്നുള്ള ദൗത്യ സംഘം അതിൽ നിന്നും ലോറിയിൽ നിന്നും പൂർണ്ണമായും ഇപ്പോൾ ആ പ്രവൃത്തി കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്നുള്ള വാഹനത്തിൽ നിന്നുള്ള ക്യാബിനിൽ നിന്നുള്ള അർജുന്റെ എല്ലാ വസ്തുക്കളും ഇപ്പോൾ പുറത്തെത്തിച്ചിരിക്കുന്നു. ഇതെല്ലാം അർജുന് ആ ലോറി അവസാനമായി അർജുന്റെ ഒപ്പം തന്നെ വീട്ടുകാർക്കായി സമ്മാനിച്ചിരിക്കുന്നു, അവർക്ക് ഓർമ്മിക്കാനായി സമ്മാനിച്ചിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മഞ്ജു ഇവിടെ എത്തി പറഞ്ഞത് തന്റെ സഹോദരന്റെ അവസാന നാളിൽ ചിലവഴിച്ച ആ സ്ഥലം അതൊന്ന് കാണണം. ഇനി അർജുനന്റെ ഇത്തരത്തിലുള്ള വസ്തുക്കളും അതും ഓർമ്മയായി അവർക്ക് സൂക്ഷിക്കാം, കുടുംബത്തിന് സൂക്ഷിക്കാം. എന്തായാലും അത്രത്തോളം വൈകാരികമായ ഒരു രംഗങ്ങളാണ് ഇവിടെ. ആ കളിപ്പാട്ടം ഉൾപ്പെടെ ഇപ്പോൾ ജിതിനാണ് ഇപ്പോൾ ആ കളിപ്പാട്ടം കയ്യിൽ പിടിച്ച് ആ ദൃശ്യം നമുക്ക് കാണാം. അവർ അതെല്ലാം ശേഖരിക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കണ്ണാടിക്കലിലെ വീട്ടിൽ അർജുനൊപ്പം ഇതെല്ലാം എത്തിക്കും, അതെല്ലാം ആ വീട്ടിലേക്ക് എത്തിക്കും. അവരുടെ ഓർമ്മകൾ, ഇനി അർജുന്റെ ഓർമ്മകൾ ഇതായിരിക്കും. ഒരു അസ്ഥി, കൈയുടെ അസ്ഥി കൂടി ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ട് ഈ വാഹനത്തെ ക്യാബിനകത്ത് നിന്നും. ഏതായാലും ക്യാബിൻ പൂർണ്ണമായും തുറന്ന് അതിൽ മുഴുവൻ പരിശോധന ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. സുബി, ലോറിയുടെ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ഇതേ സമയം ഈ അർജുന്റെ മൃതദേഹത്തിന്റെ സാമ്പിൾ എടുത്തു, ബന്ധുക്കളുടെ സാമ്പിൾ ശേഖരിച്ചുവോ? അതിലെന്താണ് വിവരങ്ങൾ? സുബി, അഭിജിത്തിന്റെ, അതായത് നമ്മൾ നേരത്തെ ബൈറ്റെടുത്ത അഭിജിത്ത് സഹോദരനാണ്. സഹോദരന്റെ DNA പരിശോധന ഫലമാണ് ഇത് തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കണം. അത് നാളെ ഉച്ചയോടുകൂടി അല്ലെങ്കിൽ വൈകിട്ടോടുകൂടി ലഭിക്കുമെന്നാണ് അല്പസമയം മുമ്പ് MLA വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ MLA പറഞ്ഞത് നാളെ വൈകിട്ടോടുകൂടി തന്നെ കുടുംബത്തിന് അർജുനെയും കൊണ്ട് കണ്ണാടിക്കലിലേക്ക് പോവാം. അതിന്റെ ആംബുലൻസ് ഉൾപ്പെടെ കൊണ്ടുപോകുന്ന മുഴുവൻ ചെലവും കർണാടക സർക്കാർ വഹിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം കർണാടക പോലീസും ഉണ്ടാകും കണ്ണാടിക്കലിലേക്ക്. AK അഷ്റഫ് MLA ഉണ്ടാകും. എന്തായാലും കാർബാർ MLAയും വീട്ടിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു യാത്രയപ്പ് അർജുനി കർണാടക സർക്കാർ നൽകുകയാണ്. ഏതായാലും മറ്റന്നാൾ രാവിലോടുകൂടി എന്തായാലും വീട്ടിലേക്ക് അർജുനെ എത്തിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഉചിതമായ യാത്രയപ്പ് കർണാടക സർക്കാർ ഒരുങ്ങുന്നു, വലിയ തോതിലുള്ള ഒരു യാത്രയപ്പ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറും ചേരുകയാണ്. അനീഷ്, നമ്മൾ കണ്ടതാണ്, വളരെ വ്യസനത്തോടുകൂടി ഇപ്പോൾ അർജുന്റെ കുടുംബം പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്താണ് അവിടുത്തെ മറ്റ് വിവരങ്ങൾ?
സുവി, അങ്ങേയറ്റം ദുഃഖസാന്ദ്രമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം ആഴ്ചകളായുള്ള കാത്തിരിപ്പാണ് അർജുന് വേണ്ടി. ആദ്യഘട്ടത്തിൽ അർജുനെ ജീവനോടെ എത്തിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ കുടുംബത്തിനുണ്ടായിരുന്നു. പിന്നീട് ആ പ്രതീക്ഷ അസ്തമിക്കുകയും ഓരോ ഘട്ടത്തിൽ തിരച്ചിൽ കഴിയുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരമെങ്കിലും ലഭിക്കുമോ എന്ന ആശങ്കയിലേക്ക് കുടുംബം നീങ്ങുകയും ചെയ്തു. എന്തായാലും കുടുംബം ഒറ്റക്കെട്ടായി അർജുനെ ഈ വീട്ടിലേക്ക് എത്തിക്കണം എന്ന കാര്യത്തിൽ ഉറച്ചു നിന്നു. അവർ മുട്ടാത്ത വാതിലുകളില്ല. ആഴ്ചകളായി ഷിരൂരിൽ മുറിയെടുത്ത് താമസിച്ചാണ് ഈ ബന്ധു ജിതിനും ഒപ്പം സഹോദരനും അടക്കമുള്ള ആളുകളും ലോറി ഉടമ മനാഫും ഒക്കെ ഈ തെരച്ചിൽ പ്രവർത്തനങ്ങളുടെ ഒരു ഗതിവേഗം കൂട്ടുകയും പാതി വഴിയിൽ ഈ ദൗത്യം ഉപേക്ഷിച്ച് പോകാതിരിക്കാൻ പ്രേരണ ചെലുത്തുകയും ചെയ്തു. എന്തായാലും ആ പ്രാർത്ഥനകൾ ആ പ്രേരണകൾ ഒപ്പം ആ കുടുംബത്തിന്റെ പ്രാർത്ഥന ഫലിച്ചു എന്ന് വേണം കരുതാൻ. കാരണം ആ ഭൗതിക ശരീരം ഇന്നലെ കൂടി ഒരുപക്ഷെ തെരച്ചിൽ നടത്തി ആ തെരച്ചിൽ അവസാനിപ്പിച്ചാൽ മടങ്ങാനായിരുന്നു തെരച്ചിൽ സംഘം ഉദ്ദേശിച്ചെങ്കിൽ പോലും ഇന്നലെ ആ ഒരു നിർണായകമായ ദിനമായി മാറുകയും ആ മൃതശരീരം അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ഈ DNA പരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. അവ പൂർത്തിയായാൽ നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഒരുപക്ഷെ മൃതശരീരം വിട്ടുകിട്ടുമെന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ കുടുംബത്തിന് വിവരം ലഭിക്കുന്നത്. കോഴിക്കോട് അവിടുത്തെ കളക്ടറുമായി ഇതുമായി ബന്ധപ്പെട്ട നിരന്തരമായ ആശയവിനിമയങ്ങൾ നടത്തുന്നുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കർണാടക സർക്കാർ തന്നെ അവിടുന്ന് ആംബുലൻസിൽ കയറ്റിയാവും ഇവിടേക്ക് അയക്കുക. ഒപ്പം ട്രാഫിക് തടസ്സമുണ്ടാവാതിരിക്കാനുള്ള ക്രമീകരണങ്ങളും കർണാടകത്തിന്റെ അതിർത്തി മുതൽ കേരളം വരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലും സമാനമായ ക്രമീകരണങ്ങൾ തന്നെ ഏർപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ DNA പരിശോധന നടത്തി മൃതദേഹം വിട്ടുവിട്ടുന്ന മുറയ്ക്കാവും ഈ സംസ്കാരത്തിന്റെ സമയവും മറ്റും തീരുമാനിക്കുക. വീടിന് പിൻവശത്തായി ചേർന്നിരിക്കുന്ന ഇടത്താവും ആ സംസ്കാരം നടത്തുക എന്ന് കുടുംബം അറിയിച്ചിട്ടുണ്ട്. ഐവർ മഠത്തിലെ അടക്കം പുരോഹിതരുടെ ഒരു ചർച്ചകളൊക്കെ നടത്തിയ ശേഷമാവും സ്ഥാനം നിർണ്ണയിക്കുക എന്നും കുടുംബം പറഞ്ഞിരിക്കുന്നു. വിവിധ സാമൂഹിക തലങ്ങളിൽപ്പെട്ട രാഷ്ട്രീയ നേതൃത്വ നിരയിൽപ്പെട്ട ആളുകൾ ഇന്നലെ മുതൽ ഇവിടേക്ക് എത്തുകയും ആ കുടുംബത്തിന് ഒരു സാന്ത്വന വചനം ഏകുകയും ചെയ്യുന്നുണ്ട്. ഇനി വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ മൃതദേഹം എപ്പോൾ വരും എന്ന സമയത്തിൽ ഒരു ക്ലിപ്തത വന്ന ശേഷം കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്താൻ തുടങ്ങും. എന്തായാലും ഇന്നലെ പൂർണ്ണമായും മൗനത്തിലായിരുന്നു കുടുംബം. ഒരു അക്ഷരം മിണ്ടാൻ കഴിയാത്ത വിധം ഒരു ആഘാതത്തിലായിരുന്നുവെങ്കിലും ഇന്ന് അവർ മാധ്യമങ്ങളോട് സംസാരിക്കുകയും കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കുമുള്ള കുടുംബത്തിന്റെ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഓരോ ഘട്ടത്തിലും ഈ തിരച്ചിൽ അവസാനിപ്പിച്ച് പോകും എന്ന ഒരു ഘട്ടം വരുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു ഇടപെടൽ നടത്തുകയും തുടർച്ചയായി വാർത്തകൾ നൽകുകയും ചെയ്തുകൊണ്ട് മാധ്യമങ്ങൾ ഈ വിഷയത്തെ സജീവമായി നിർത്തിയതും ഇത്തരം മൃതദേഹം വീണ്ടെടുക്കാൻ സഹായമായി എന്ന് കുടുംബം പറയുന്നു. എല്ലാവരോടുമുള്ള നന്ദി കുടുംബം പറഞ്ഞു. ഇപ്പോൾ അടുത്ത ബന്ധുക്കളും അയൽക്കാരുമാണ് ഈ വീട്ടിൽ ഉള്ളത്. സുവി, അനീഷ്, വീട്ടുവളപ്പിൽ തന്നെയാണോ അർജുന്റെ ഭൗതികദേഹം സംസ്കരിക്കുക എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടോ? എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? തീർച്ചയായിട്ടും വീട്ടുവളപ്പിൽ തന്നെയാണ് മൃതദേഹം സംസ്കരിക്കുക എന്ന് കുടുംബം ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഈ വീടിന്റെ പിൻവശത്തുള്ള സ്ഥലമാണ്. ഒരു ചെറുമതിൽ കെട്ടി വേർതിരിച്ച ഒരു സ്ഥലമാണ്. അങ്ങേയറ്റത്തെ അധ്വാനത്തിലൂടെ അർജുൻ നിർമ്മിച്ച ഒരു വീടാണ്. നേരത്തെ തന്നെ അച്ഛൻ അസുഖമുള്ളതിനാൽ കാര്യമായ ജോലിക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോഴും വളരെ കഠിനമായി അധ്വാനിച്ചാണ് ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സഹോദരന്മാരുടെ പഠനം, സഹോദരന്റെ പഠനമായാലും സഹോദരിയുടെ ജീവിതമായാലും എല്ലാ കാര്യത്തിലും ഒരു അർജുൻ ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഈ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്ന ആളാണ്. ഒപ്പം നാട്ടിലെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. കാരണം നേരത്തെ സുഹൃത്തുക്കളും ബന്ധുക്കളും അയൽക്കാരും ഒക്കെ നമ്മൾ കണ്ടപ്പോഴും അവർ പറയുന്നത് അവർക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു. കാരണം അങ്ങേയറ്റം അധ്വാനിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഇടപെടുന്ന മേഖലകളിലെല്ലാം ആ അധ്വാനം വിനിയോഗിച്ചിരുന്നു എന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തനമായാലും അല്ലെങ്കിൽ ക്ലബിന്റെ ഭാരവാഹി എന്ന നിലയിലുമൊക്കെ ആ രീതിയിലെ പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു. പ്രളയകാലത്ത് 2018 1.5 മാസത്തോളം സ്വന്തം ജോലിക്ക് അവധി നൽകിയാണ് ഈ പ്രളയബാധിത മേഖലകളിലെ ദുരിതാശ്വാസ പരിപാടികൾക്ക് നേതൃത്വം നൽകാനായി അന്ന് അർജുൻ ഈ നാട്ടിൽ ചെലവഴിച്ചത്. അങ്ങനെ എല്ലാ തരത്തിലും തന്റെ കയ്യൊപ്പ് പതിച്ചാണ് അദ്ദേഹം മടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അർഹമായ ഒരു ആദരവ് ഈ അദ്ദേഹത്തിന്റെ വിടവാങ്ങലിന് ശേഷം നാട്ടുകാർ നൽകുന്നു. കേരളം ഒന്നടങ്കം മത രാഷ്ട്രീയ ചിന്തകൾക്കൊക്കെ അതീതമായി ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരാളുടെ തിരിച്ചുവരവിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു. ഇപ്പോൾ തിരിച്ച് ലഭിച്ചിരിക്കുന്നു. ചേതനയില്ലാത്ത ഒരു ഭൗതിക അവശിഷ്ടം എന്ന രീതിയിൽ ആ മൃതദേഹം ലഭിക്കുമ്പോൾ അർഹിക്കുന്ന എല്ലാ ആദരവോടും കൂടി എല്ലാ അനുശോചനങ്ങളും രേഖപ്പെടുത്തി അദ്ദേഹത്തെ തിരിച്ചയക്കണം അല്ലെങ്കിൽ മടക്കി അയക്കണം എന്ന് തന്നെയാണ്. ഷിരൂരിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച അർജുന്റെ മൃതദേഹത്തിന്റെ DNA പരിശോധന ഇന്ന് നടക്കും. ബന്ധുക്കളുടെ സാമ്പിളുകൾ ശേഖരിച്ചു.
അർജുന്റെ ലോറിയുടെ പരിശോധന പൂർത്തിയായി. കളിപ്പാട്ടം ഉൾപ്പെടെ അർജുൻ ഉപയോഗിച്ച വസ്തുക്കളാണ് കണ്ടെടുത്തിരിക്കുന്നത്. വലിയ ഹൃദയഭേദകമായ കാഴ്ചയാണ് കോഴിക്കോട് നിന്നും അതുപോലെ ഷിരൂരിൽ നിന്നും കാണാനാവുന്നത്. മറ്റു വാർത്തകളിലേക്ക് വരാം, ഒരു ഇടവേളയ്ക്ക് ശേഷം. വേഗത്തിലാക്കാൻ വാർത്തകളിലേക്ക് വീണ്ടും. ആദം ജോൺ ആന്റണിയുടെ തിരോധാന കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. 5-അംഗ സംഘത്തിന് അന്വേഷണ ചുമതല നൽകിയിട്ടുണ്ട്. ജൂൺ 28 പുലർച്ചെയാണ് ആദത്തിനെ കാണാതായത്. സൈക്കിൾ ചവിട്ടാൻ വീട്ടിൽ നിന്ന് പോയതാണ് 20-കാരൻ. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ്. നവമി, ആദം ജോൺ ആന്റണിയുടെ തിരോധാന കേസ് അന്വേഷിക്കാൻ പുതിയ സംഘത്തെ ഏർപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? സുവി, പള്ളുരുത്തി ഇൻസ്പെക്ടർ ഗിരീഷ് കുമാർ, മട്ടാഞ്ചേരി ACP PB കിരൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘമായിരിക്കും ഇനി ആദം ജോണിന്റെ തിരോധാനം അന്വേഷിക്കുക. ജൂൺ 28-ാം തീയതിയായിരുന്നു ആദം ജോണിനെ വീട്ടിൽ നിന്നും രാവിലെ സൈക്കിൾ ചവിട്ടാനെന്ന പേരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം ആദമിനെ കാണുന്നില്ല. ഏറെ വൈകിയും ആദം വീട്ടിലെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് ആദത്തിനെ കാണാനില്ലെന്ന് തിരിച്ചറിഞ്ഞത്. പിന്നീട് നടത്തിയ CCTV പരിശോധനയിൽ കൊച്ചി ഷിപ്പ്യാർഡിൽ കൂടി ആദം കടന്നു പോകുന്നതായി കണ്ടെത്തി. ആ CCTV മാത്രമേ ഇപ്പോഴും പോലീസിന്റെ ഭാഗത്തും ലഭ്യമായിട്ടുള്ളൂ. പിന്നീട് ആദം പോകാൻ സാഹചര്യമുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ഒരു അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആദത്തിന്റെ കയ്യിൽ ഫോണില്ല. പേഴ്സ് ഉൾപ്പെടെയുള്ളവ വീട്ടിൽ വെച്ചതിന് ശേഷമാണ് ആദം സൈക്കിൾ ചവിട്ടി പോയത്. രാവിലെ എല്ലാ ദിവസവും ഇങ്ങനെ സൈക്കിൾ ചവിട്ടി പോകുന്ന ഒരു എക്സസൈസ് ചെയ്യുന്ന ഒരു യുവാവ് കൂടിയായിരുന്നു 20 വയസ്സുകാരനായ ആദം. +2 കഴിഞ്ഞതിന് ശേഷം CA പഠിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് വീട്ടിലിരുന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു. പക്ഷെ സുഹൃത്തുക്കളോടോ വീട്ടുകാരോടോ യാതൊന്നും തന്നെ ആദം പറയാതെയാണ് പോയത്. ഇത് തന്നെയാണ് വലിയ രീതിയിലൊരു ദുരൂഹത ഉണ്ടാക്കുന്നത്. പക്ഷേ ആദത്തിന് വീട്ടിൽ നിന്നും വഴക്കോ അല്ല സുഹൃത്തുക്കൾക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു തർക്കമോ ഒന്നും തന്നെ നിലനിന്നിരുന്നില്ല എന്ന് കൂടി കുടുംബം പറയുന്നുണ്ട്. എന്തായാലും പള്ളുരുത്തി പോലീസിന്റെ അന്വേഷണത്തിലൊന്നും ആദം എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏകദേശം 57 ദിവസം കഴിഞ്ഞു ആദം കാണാതായിട്ട്. എന്താ അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഒരു 5-അംഗ സംഘത്തെ നിയോഗിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഇവരായിരിക്കും ആദം ജോണിന്റെ തിരോധാനം അന്വേഷിക്കുക. ആദം ജോൺ ആന്റണിയുടെ തിരോധാന കേസ് അന്വേഷിക്കാൻ പുതിയ സംഘമായിരിക്കുന്നു. 5-അംഗ സംഘത്തെയാണ് നിയമിച്ചിരിക്കുന്നത്. കൊട്ടാരക്കരയിൽ കാറിന് തീപിടിച്ചു. യാത്രക്കാരെ നാട്ടുകാർ സാഹസികമായി രക്ഷപ്പെടുത്തി. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. ഓടിയെത്തിയ കാറിൽ തീ പടരുന്നത് കണ്ട് ഓട്ടോ ഡ്രൈവർമാരാണ് കാർ നിർത്താൻ ആവശ്യപ്പെടുകയും തീ അണയ്ക്കാൻ ശ്രമം നടത്തുകയും ചെയ്തത്. സ്ത്രീകളടക്കം 4 പേരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. കൊച്ചിയിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. ഫോർട്ട് കൊച്ചി സ്വദർശിനിക്ക് 7 ലക്ഷം രൂപ നഷ്ടമായതായി പരാതി. സമൂഹ മാധ്യമം വഴിയാണ് തട്ടിപ്പ് നടന്നത്. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ടാസ്കുകൾ നൽകി പ്രതിഫലം നൽകുകയും പിന്നീട് വലിയ തുക പരാതിക്കാരിയിൽ നിന്ന് തട്ടുകയുമായിരുന്നു. ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തൃശൂരിൽ പട്ടാപ്പകൽ വൻ സ്വർണ്ണ കവർച്ച. സ്വർണ്ണ വ്യാപാരിയെയും സുഹൃത്തിനെയും ആക്രമിച്ച് 2.5 കിലോ സ്വർണം കവർന്നു. കോയമ്പത്തൂരിൽ നിന്നും കാറിൽ കൊണ്ടുവന്നിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് 3 കാറുകളിലായി പിന്തുടർന്നെത്തിയ സംഘം ആക്രമിച്ചു കവർന്നത്. ദേശീയപാത പീച്ചി കല്ലിടുക്കിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. കവർച്ചയുടെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു.
പാലക്കാട് കുളപ്പുള്ളി റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കാൻ നടപടിയുമായി റവന്യൂ സംഘം. കെട്ടിടങ്ങളും മറ്റ് കയ്യേറ്റങ്ങളും JCB ഉപയോഗിച്ച് പൊളിച്ചു നീക്കി. നിലവിൽ ഓങ്ങല്ലൂർ മുതൽ പട്ടാമ്പി വരെയുള്ള ഭാഗത്തെ റോഡ് നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഓങ്ങല്ലൂരിന് പുറമെ മഞ്ഞാളുങ്ങൽ, പട്ടാമ്പി എന്നിവിടങ്ങളിലും കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടരും. കൊപ്രയുടെ വില വർധനവ് ഹൈറേഞ്ചിലെ മില്ലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കിലോയ്ക്ക് 20 രൂപയോളം കൊപ്രയുടെ വില വർദ്ധിച്ചതോടെ മുന്നോട്ടു പോകാനാവില്ലെന്ന സ്ഥിതിയിലാണ് മില്ലുടമകൾ. അടുത്തിടെ കൊപ്ര വിലയിലുണ്ടായ വർധനവ് മില്ലുടമകൾക്ക് കടുത്ത പ്രതിസന്ധിയായിരിക്കുകയാണ്. ദിവസങ്ങൾക്കകം 18 മുതൽ 20 രൂപയോളമാണ് കൊപ്രയുടെ വില കൂടിയത്. വില കൂടിയത് മൂലം കൊപ്ര ആട്ടി എണ്ണയാക്കി വിൽപ്പന നടത്തുന്നത് ലാഭകരമല്ലെന്നാണ് മില്ലുടമകളും പറയുന്നത്. ഓണത്തിന് മുൻപ് 112 വെളിച്ച് കൊപ്രയുടെ വില. അപ്പോൾ നമുക്കൊരു 220 കിലോ ലിറ്റർ 200 വിൽക്കുമായിരുന്നു. പക്ഷേ ഓണം കഴിഞ്ഞപ്പോൾ തന്നെ ഓണത്തിന് തൊട്ട് മുൻപ് തന്നെ 122 ഇപ്പോൾ 130 വിലയായി. ഭയങ്കര വിലയായി. അപ്പോൾ 235 രൂപ നമുക്ക് ലാഭമൊന്നും ഇല്ല. അത് ആട്ടി കൊടുക്കുമ്പോൾ ആട്ടുകൂലിയും കൂടി കൂട്ടുമ്പോൾ മാത്രം 235 രൂപ വിൽക്കുന്നത്. ആ വിലയാണ് ഞങ്ങളിപ്പോൾ വിൽക്കുന്നത് കടകളിൽ. അതുപോലെ വിൽക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ മായം കലർന്ന വെളിച്ചെണ്ണ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ പാക്കറ്റാക്കി കടകളിൽ ആൾക്കാർ വിൽക്കുന്നുണ്ട്. അത് കടക്കാർ വിൽക്കുന്നതല്ല, അത് ഈ കമ്പനി ബ്രാൻഡഡ് കമ്പനിക്കാർ തന്നെ അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ നമുക്ക് കച്ചവടം വളരെ കുറഞ്ഞു പോകുന്നുണ്ട്. 112 രൂപ വിലയുണ്ടായിരുന്ന കൊപ്രയ്ക്ക് ദിവസങ്ങൾ കൊണ്ടാണ് വില 130 ഉയർന്നത്. കിലോയ്ക്ക് 235 രൂപയ്ക്കാണ് ആട്ടിയ വെളിച്ചെണ്ണ മില്ലുടമകൾ വിൽക്കുന്നത്. 1 കിലോ കൊപ്രയിൽ നിന്നും ശരാശരി 600 ഗ്രാം വെളിച്ചെണ്ണ ലഭിക്കും. കൊപ്ര ആട്ടുന്ന ചെലവുമായി താരതമ്യം ചെയ്യുമ്പോൾ മുന്നോട്ടു പോകാൻ കഴിയാത്ത സ്ഥിതിയാണെന്നാണ് മില്ലുടമകൾ പറയുന്നത്. കൂടിയ വിലയ്ക്ക് എണ്ണ വിൽക്കേണ്ട സാഹചര്യം ജനങ്ങൾക്കും അധിക ചിലവിന് ഇടയാക്കും. ഇതുമൂലം കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന മായം കലർന്ന പാക്കറ്റ് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ജനങ്ങളും നിർബന്ധിതരാകും. ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കും. ഗുണനിലവാരം ഉറപ്പാക്കുവാൻ അധികൃതർ ഇടപെടണമെന്നാണ് മില്ലുടമകളുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ രണ്ടാം വിള നെൽകൃഷിക്ക് തുടക്കമായി. പട്ടാമ്പി കൊടുമുണ്ട പാടശേഖരത്തിൽ 30 ഏക്കറോളം സ്ഥലത്ത് ഞാറുനടിയിൽ തുടങ്ങി. കൃഷിപ്പണിക്ക് ഇത്തവണയും ചുക്കാൻ പിടിക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. തുലാമഴ മുന്നിൽ കണ്ട് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ പാടശേഖരങ്ങളിൽ രണ്ടാം വിള നെൽകൃഷിക്ക് തുടക്കമായി. കൊടുമുണ്ടയിൽ പാടം ഉഴുതുമറിച്ചും വരമ്പുകൾ വെച്ചും ഞാറുപറിയും നടിയിലുമായി കർഷകരും തൊഴിലാളികളും തിരക്കിലാണ്. കൃഷിപ്രവൃത്തികൾക്ക് തൊഴിലാളികളെ കിട്ടാനില്ലാത്ത അവസ്ഥയ്ക്ക് ഇത്തവണയും മാറ്റമില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഇത്തവണയും ഞാറുപറിക്കാനും നടാനുമായി വയലുകളിൽ സജീവമാകുന്നത്. നാട്ടിലെ തൊഴിലാളികളും കൃഷിയിടത്തിലുണ്ട്. നാട്ടിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസം 700 രൂപയും ചിലവുമാണ് കൂലി. എന്നാൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് 1 ഏക്കറിൽ ഞാറു പറിച്ചു നടുന്നതിന് 5500 രൂപയും ചിലവുമാണ് നൽകുന്നത്. നടലേര് ബംഗാളികളും കുറച്ച് തമിഴരും ഒക്കെ കൂടിയാണ്. ഇതിന്റെ പരിസ്ഥിതി വളരെ പരിതാപകരമാണ്. ആരാണ് ഇതിന് ഒരു ഉത്തരവാദിത്വം? പാടത്തേക്ക് ഞങ്ങൾ മുണ്ടുമാറ്റി ഇറങ്ങിയ ഞങ്ങളുടെ പണിയല്ലേ ഇത്. അവസാനം എവിടെ എത്തൂല്ല. അവസാനം കാശില്ല, തരാനാളില്ല, അത് കൊണ്ടുപോകാൻ വളരെ വിഷമമുണ്ട്. ഈ വിഷമത്തിന്റെ പരിഹാരം എവിടം കൊണ്ടുണ്ടാവും എന്നുള്ളത് അറിയില്ല. നമ്മൾ ഒന്ന് സഹായിക്കാൻ എവിടെ സാധിക്കാച്ചാൽ സഹായിക്കാം. 20ഓളം കർഷകരുടെ നേതൃത്വത്തിൽ 30 ഏക്കറിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. പാടശേഖരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് പരിഹാരമായി പൈപ്പുകൾ സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടിട്ട് വർഷങ്ങളായിട്ടും നടപടിയുണ്ടായില്ലെന്നും കർഷകർ പരാതിപ്പെട്ടു. കാർഷിക മേഖലയിൽ കാലാകാലങ്ങളായി അനുഭവപ്പെടുന്ന ജലക്ഷാമത്തിന് പരിഹാരം വേണമെന്നാണ് ആവശ്യം. ഒരു പൈപ്പ് ഇടാൻ പറഞ്ഞിരുന്നു അവിടുന്ന് ഇങ്ങോട്ട് ഒരു 500-600 മീറ്റർ. ആ മോട്ടർ അടിച്ചാൽ ഒരു കണ്ടക്കാരൻ വെള്ളം ഇങ്ങനെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയില്ല. അവൻ പറയും പിന്നെ എൻ്റെ കണ്ടത്തിൽ വളമിട്ടിട്ടുണ്ട്, എൻ്റെ കണ്ടത്തിൽ ഞാറ് വായിച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ പിന്നെ മറ്റവന് ഈ കണ്ടപ്പോൾ വെള്ളം വെറ്റി നിൽക്കുക. അതിനൊരു പൈപ്പ് ഇടണം എന്ന് പറഞ്ഞിട്ട് 5 കൊല്ലമായി. ബ്ലോക്കിൽ നിന്ന് വന്നു, പഞ്ചായത്തിൽ നിന്ന് വന്നു, ഇനി എവിടുന്നാ വരേണ്ടതെന്നിട്ട് അറിയില്ല. പക്ഷെ സംഗതി നടക്കുന്നില്ല. പുഞ്ചയടക്കം 2 വിള പലപ്പോഴും ഈ പാടശേഖരത്തിൽ നടത്താറുണ്ട്. പുഴയോട് ചേർന്നാണ് പാടശേഖരമുള്ളതെങ്കിലും വേനൽ തുടങ്ങിയാൽ കൃഷിയിലേക്ക് വെള്ളം എത്തിക്കുക എന്നത് സാഹസികമാണെന്നും കർഷകർ പറയുന്നു. എങ്കിലും പ്രതീക്ഷയോടെയാണ് രണ്ടാം വിള നെൽകൃഷിയുമായി കർഷകർ പാടശേഖരത്തിൽ സജീവമായിരിക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special.
സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 7025, പവന് 56,200 രൂപ. സ്വർണം 18 കാരറ്റിന് ഗ്രാമിന് 5840, പവന് 46,720 രൂപ. വെള്ളി ഗ്രാമിന് 98, കിലോയ്ക്ക് 98,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. Kavita Gold and Diamonds. Choose your special. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.